ഹലോ നമസ്കാരം. എക്സൽ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് എക്സലിലെ ലുക്കപ്പ് എന്ന ഫോർമുലയെ കുറിച്ചാണ്. അപ്പോൾ ലുക്കപ്പ് എന്ന ഫോർമുല നമ്മൾ കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നു. പക്ഷെ അത് ഉപയോഗിച്ചപ്പോൾ പലർക്കും പല ഡൗട്ടുകളുമായിട്ട് നമ്മളോട് കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലുക്കപ്പ് എന്ന ഫംഗ്ഷന് ഫോർമുല മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നും എന്തൊക്കെ ഡീറ്റെയിൽസാണ് ഇതിൽ വരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ കുറച്ച് എംപ്ലോയി ഐ ഡി ഉണ്ട്, അവരെ ലാസ്റ്റ് നെയിമും ഉണ്ട്, അതേപോലെ തന്നെ ഫസ്റ്റ് നെയിമും ഉണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഇപ്പുറത്തെ പേജിൽ നമുക്ക് എന്തുണ്ട്, എംപ്ലോയി ഐ ഡി ഉണ്ട്, അവരെ പേ സ്കെയിലുണ്ട്. ഇനി ഇതിലേക്ക് എന്ത് ചെയ്യണം, ലുക്കപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് അവരെ ഫസ്റ്റ് നെയിമും അതേപോലെ തന്നെ ലാസ്റ്റ് നെയിമും നമുക്കിവിടെ കണ്ടെത്തണം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് ലുക്കപ്പ് എന്നുള്ള ഫോർമുല. അപ്പോൾ ഈക്വൽ ടു ഇടുക. ഓക്കെ, നമ്മളിവിടെ വന്ന് ഈക്വൽ ടു ഇട്ടു. അതിനുശേഷം നമുക്കിവിടെ വന്ന് ലുക്കപ്പ് എന്നുള്ള ഫോർമുല നമ്മളിവിടെ ചേർത്തു. ലുക്കപ്പ് എന്ന ഫോർമുല ചേർത്തു. ലുക്കപ്പ് വാല്യൂ എന്നുള്ളിടത്ത് നമ്മൾ എംപ്ലോയി ഐ ഡി കൊടുത്തു. അതായത് ഈ എംപ്ലോയി ഐ ഡിക്ക് തുല്യമായിട്ടുള്ള വാല്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇവിടുന്ന് കണ്ടെത്തേണ്ടത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ലുക്കപ്പ് വെക്റ്റർ എന്ന ഭാഗത്ത് എന്ത് ചെയ്യാം, ഈ വാല്യൂ അടങ്ങിയ ആ എംപ്ലോയി ഐ ഡി എന്നുള്ള ആ സെക്ഷന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എത്രയാണോ വേണ്ടത് അത് നമ്മളിവിടുന്ന് സെലക്ട് ചെയ്തു. ഇനി റിസൾട്ട് വെക്റ്റർ എന്നുള്ളിടത്ത് നമുക്കിവിടെ ഏത് വാല്യൂ ആണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് നെയിമാണ് വേണ്ടത്. അപ്പോൾ ഈ ഫസ്റ്റ് നെയിം എന്നുള്ള ലൊക്കേഷന് നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്കിവിടെ വന്ന് ഈ എംപ്ലോയി ഐ ഡിക്ക് നേരെ വരുന്നത്, അതായത് 602693 നേരെയുള്ള ഫസ്റ്റ് നെയിം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഒരു വട്ടം കണ്ടതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് എറർ വരുന്നുണ്ട്, ചില വാല്യൂസുകളൊക്കെ വരുന്നുണ്ട്, ചിലതൊന്നും വരുന്നില്ല. കാരണം നമുക്കിത് ഇവിടെ ഈ വരുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ A7 to A9 A19 വരെയാണ്. എന്നാൽ ഇതിലേക്ക് വരുമ്പോൾ നോക്കൂ, അത് A8 ആയിട്ടുണ്ട്. ഇതിലേക്ക് വരുമ്പോൾ നോക്കൂ A9 ആയിട്ടുണ്ട്. അതേപോലെ ഇതിലേക്ക് വരുമ്പോൾ നോക്കൂ A10 ആയിട്ടുണ്ട്. എപ്പോഴും നമുക്ക് ഈ ഭാഗം കറക്റ്റായിട്ട് നിൽക്കണം. പക്ഷേ ഇത് ഡ്രാഗ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ സെല്ലും നമുക്ക് ഇങ്ങോട്ട് താഴോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, സെല്ല് ലോക്കിംഗ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ഇതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യണേ നോക്കാം. അപ്പോൾ നമുക്കിത് ഒന്നുകൂടി ആദ്യമൊന്ന് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് ഈക്വൽ ടു ഇടുക. അതിനുശേഷം നമ്മളിവിടെ വന്ന് ലുക്കപ്പ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ലുക്കപ്പ് വാല്യൂ എന്നുള്ളിടത്ത് ഈ എംപ്ലോയി ഐ ഡി കൊടുത്തു. അതിനുശേഷം ഒരു കോമ ഇടുക. അതിനുശേഷം നമുക്കിവിടെ വന്ന് ലുക്കപ്പ് വെക്റ്റർ എന്നുള്ളിടത്ത് ഈ എംപ്ലോയി ഐ ഡി എന്നുള്ള ഈ സെക്ഷന് നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കീബോർഡിൽ F4 എന്ന് പറഞ്ഞൊരു കീ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ലോക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്കിത് ലോക്കായിട്ടുണ്ട്. ഇനി അത് ഡ്രാഗ് ചെയ്യുകയാണെങ്കിലും ഈ A7 to A19 വരെയുള്ള സെല്ല് എപ്പോഴും എന്തായിരിക്കും, അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, അത് മാറാതെ നിൽക്കും. ഇനി ഒരു കോമ ഇട്ടതിന് ശേഷം നമുക്ക് ഫസ്റ്റ് നെയിം നിൽക്കുന്ന ഈ ലൊക്കേഷന് നമുക്കിത് സെലക്ട് ചെയ്യാം. ഇതും നമുക്കിവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതും നമ്മൾ കീബോർഡിൽ F4 അമർത്തിയിട്ട് ലോക്ക് ആക്കുന്നുണ്ട്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇനി ഇത് നമ്മളിങ്ങോട്ട് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഇഷ്യൂ ഇല്ലാതെ എല്ലാത്തിനും കറക്റ്റായിട്ടുള്ള ആൻസർ നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. ഇനി ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് നെയിമും കാണാം. അപ്പോൾ ഈക്വൽ ടു ഇടുക, ലുക്കപ്പ് എന്ന് ചേർത്ത് കൊടുത്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എംപ്ലോയി ഐ ഡി എന്നുള്ളത് സെലക്ട് ചെയ്തു. ഈ എംപ്ലോയി ഐ ഡി നമ്മൾ ലോക്ക് ചെയ്യാൻ പാടില്ല. കാരണം ആദ്യം F7 പിന്നെ F8 F9 അങ്ങനെ പോയി വരണം. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ലുക്കപ്പ് വെക്റ്റർ എന്നുള്ളിടത്ത് ഈ എംപ്ലോയി ഐ ഡി എന്നുള്ള ഭാഗം നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്യാം, F4 അമർത്തി. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ലാസ്റ്റ് നെയിം എന്നുള്ള ഈ ഭാഗവും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഇതും നമുക്കിവിടെ വന്ന് F4 അമർത്തി ലോക്ക് ചെയ്തു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എന്നിട്ട് എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്കതിന് നേരെയുള്ള ലാസ്റ്റ് നെയിമും കണ്ടു. ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങോട്ട് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് എങ്ങനെ നമുക്ക് ലുക്കപ്പ് എന്ന ഫോർമുല ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഉപയോഗിച്ച ഈ വർക്ക് ബുക്കിൻ്റെ ഫയൽ നമുക്കിതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. എങ്ങനെ ഈ ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നതിൻ്റെ ഒരു വീഡിയോ വീഡിയോൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എങ്ങനെ ആ ഫയൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാമെന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.